Hello dear students, welcome to any online class. We are discussing plus one accountancy and the name of our chapter is financial statements first. In our previous class, we learned the meaning of financial statements and also some other topics related with the financial statements. What is the meaning of financial statement? A financial statement refers to, it's a formal record of an enterprise, a business enterprise prepared to ascertain the financial position and financial result of an organization. Financial result means the profit or loss of a company, and financial position refers to the total of its assets and liabilities. Financial statements include mainly three statements: trading account, profit and loss account, and balance sheet. Trading account, profit and loss account, and balance sheet. This is very important for your exam point of view because definitely you can expect 8 marks question from this chapter. So this is very important topic of plus one accountancy. Trading account is prepared to find out gross profit or gross loss. Profit and loss account is prepared to find out net profit or net loss. Balance sheet is prepared to find out total of its assets and liabilities. Again, ഒന്നുകൂടെ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. So trading account is prepared to ascertain the gross profit or gross loss. And in addition to preparing we can ascertain the gross profit by preparing trading account. We can also find out the gross profit with the help of an equation. What is the equation used to calculate the gross profit of a company? Yes, gross profit is equal to yes, and that equation കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദാ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. Ascertain gross profit. The items are opening stock 16,000, purchase 40,000, purchase return 1,500, direct expense 3,000, sales 78,000, sales return 2,400, closing stock 13,000. These are the items given. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഞാനിവിടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സൊല്യൂഷൻ: ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് അറിയില്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അറിയില്ല. നമ്മൾ ആദ്യം നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാം. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് minus sales return. Total sales minus sales return. Total sales നിന്നും sales return മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് സെയിൽസ്. നെറ്റ് ഫൈനൽ സെയിൽസ്, അൾട്ടിമേറ്റ് ദ ഫൈനൽ സെയിൽസ് ഇസ് കോൾഡ് നെറ്റ് സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ സെയിൽസ് എത്രയാണ് തന്നിരിക്കുന്നത്? 78,000 ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 78,000 അവിടെ ഒരു ടിക്ക് ഇടുക. സെയിൽസ് റിട്ടേൺ 2,400 മൈനസ് 2,400 ദാറ്റ് ഈസ് ഈക്വൽ ടു 75,600. 75,600. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 78,000 സെയിൽസ് എന്നും 2,400 സെയിൽസ് റിട്ടേൺ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 78,000 നിന്നും 2,400 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 75,600 കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ചോദ്യത്തിൽ ഇല്ലാത്ത മറ്റൊരു കാര്യം നിങ്ങളെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാം. അടുത്ത ചോദ്യങ്ങളിൽ അത് വന്നേക്കാം. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽ. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിൽസും കൂട്ടിയ എമൗണ്ട് ആണ് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞത്. നമുക്ക് അറിയേണ്ടതാണ്. അന്ന് ഇവിടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ചില ചോദ്യത്തിൽ നിങ്ങൾക്ക് ഈ സെയിൽസ് ഡയറക്റ്റ് തരാതെ ഈ 78,000 സ്പ്ലിറ്റ് ചെയ്തിട്ട് തരും. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് സെയിൽസ് 70,000, ക്രെഡിറ്റ് സെയിൽസ് 8,000. ക്യാഷ് സെയിൽസ് 70,000, ക്രെഡിറ്റ് സെയിൽസ് 8,000. ഇത് രണ്ടും കൂട്ടിയ എമൗണ്ട് ആണ് 78,000. 78,000 എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്ത എമൗണ്ട് ആണ്. അപ്പോൾ ചോദ്യത്തിൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആവുകയുള്ളൂ. അത് ഞാൻ
ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപോലെ പർച്ചേസ് റിട്ടേണിന്റെ കേസിലുണ്ട്, ആ സമയത്ത് ഞാൻ പറയില്ല, ഒന്ന് ഇതേ ടൈപ്പ് തന്നെയാണ്, അതവിടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കാണേണ്ടത് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഏതാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ്, ഞാനിവിടെ OS എന്ന് മാത്രം എഴുതുന്നു സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദിസ് ഇസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ്. പേര് തന്നെ ക്ലിയർ ആണ്. കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ്. നമ്മൾ ഈ നെറ്റ് സെയിൽസ് 75,600 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കായ ചെലവ്, 75,600 വരാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായ ചെലവ്, അതാണ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് നെറ്റ് പർച്ചേസ് കൂട്ടുക, നെറ്റ് പർച്ചേസിനോട് ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, അത് മൂന്നും ഫസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ കയ്യിൽ ഒരു വർഷത്തിന്റെ അവസാനമുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, നെറ്റ് പർച്ചേസ് ഇല്ല. നെറ്റ് പർച്ചേസ് ഇല്ല, അതിന് പകരം പർച്ചേസും പർച്ചേസ് റിട്ടേണും ഉണ്ട്. പർച്ചേസും പർച്ചേസ് റിട്ടേണും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിനകത്തുള്ള നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി നെറ്റ് പർച്ചേസ് കാണുക എന്നതാണ്. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ് നെറ്റ് പർച്ചേസ്. ഇവിടെ ടോട്ടൽ പർച്ചേസ് എത്രയാ? 40,000. 40,000 ആണ് ടോട്ടൽ പർച്ചേസ് വരുന്നത്. പർച്ചേസ് റിട്ടേൺ വരുന്നത് 1,500. 1,500 ആണ് പർച്ചേസ് റിട്ടേൺ വരുന്നത്. ഇതിൽ 40,000 മൈനസ് 1,500 ദാറ്റ് ഈസ് 38,500. 38,500 രൂപയാണ് നെറ്റ് പർച്ചേസ് ആയിട്ട് വരുന്നത്. നെറ്റ് പർച്ചേസ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ ഈ ടോട്ടൽ പർച്ചേസ്, നേരത്തെ ടോട്ടൽ സെയിൽസ് പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ടോട്ടൽ പർച്ചേസ്. അപ്പൊ ചോദ്യത്തിനകത്ത് ആ പർച്ചേസിനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കേസില്ല, ഡയറക്റ്റ് ടോട്ടൽ പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പൊ 40,000 നിന്നും 1,500 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് 38,500 ആണ് നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പർച്ചേസ് നമുക്ക് കിട്ടി. നെറ്റ് പർച്ചേസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനു മുമ്പേ ഈ കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ പല കുട്ടികൾക്കും മാറാറുണ്ട്. അത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ചില കുട്ടികൾക്കുള്ള കൺഫ്യൂഷൻ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ, അതാണ് അവിടെ വരുന്ന കൺഫ്യൂഷൻ. ഇത്രയും എളുപ്പത്തിൽ പഠിക്കാതെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക, ലാസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ലാസ്റ്റ്. അതിൻ്റെ ഇടയിൽ 2 ഐറ്റം നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും. അത് ബാക്കി നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഓർഡർ പഠിക്കാൻ ഒരു ഷോർട്ട് കട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പർച്ചേസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണാം? കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000 പ്ലസ് നെറ്റ് പർച്ചേസ് ഇതിലുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 38,500, 38,500 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് 3,000. ഡയറക്റ്റ് എക്സ്പെൻസ് 3,000. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഫാക്ടറിക്കകത്ത് ഉണ്ടാകുന്ന, ഒരു ബിസിനസിന്റെ ഫാക്ടറിക്കകത്ത് ഉണ്ടാകുന്ന നേരിട്ടുള്ള ചെലവുകളെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന്. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് 3,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 13,000 ആണ്. 13,000 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്.
അപ്പോൾ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം 16,000, 38,500, അതുപോലെ തന്നെ 3,000 ഈ 3 ഐറ്റം ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും 13,000 കുറക്കുക. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 44,500 ആണ്. 44,500 ആണ് കിട്ടുന്നത്. 44,500 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. 44,500 രൂപയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഞാൻ ഓൾറെഡി നോക്കി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കണം, ഇത് 3 ആഡ് ചെയ്യുക. 16,000, 38,500, 3,000 ഫസ്റ്റ് ആഡ് ചെയ്യുക. ആ എമൗണ്ടിൽ നിന്നും 13,000 റെഡ്യൂസ് മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 44,500 രൂപയാണ്. 44,500 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി. അപ്പോൾ നെറ്റ് സെയിൽസ് കിട്ടി. ഇതാണ് നെറ്റ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. 44,500 രൂപയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? സോ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, അഗൈൻ ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഇറ്റ്സ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് എത്രയാ? 75,600 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 44,500, 44,500, 44,500. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 31,100, 31,100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എന്താണ് ഒരു ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതേ ഇക്വേഷൻ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാലും സെയിം എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും. അത് ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഈ ചോദ്യം അവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ട് വളരെ എളുപ്പമാണ് ഇക്വേഷൻ അറിയാമെങ്കിൽ. അവിടെ ഒരു കൺഫ്യൂഷൻ വരിക ഈ മാറ്റി എഴുതുന്ന സമയത്തുള്ള ചില കൺഫ്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് പഠിക്കാൻ വേണ്ടി പറ്റൂ. 2 3 തവണ സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.